ഏതൊരു പാവപ്പെട്ട തൊഴിലാളിയോടും സ്വന്തം സഹോദരങ്ങളോടെന്ന പോലെ സമഭാവനയോട് പെരുമാറാനാണ് ബിന്ദുവിനെ ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. എന്റെ കിടന്നിരിക്കണം എന്റെ അച്ഛന്റെ കുത്തുവളക്കോടെ കത്തിച്ച് വെച്ചിരിക്കണ വെള്ളം തുറന്നു നിന്റെ അച്ഛന്റെ വകയാണ് വെള്ളം പൂട്ടാ വൈപ്പ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഒടുവിൽ ഞാനും അത് ചെയ്തു ഗൈസ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഞാനെന്തായാലും അത് ചെയ്തു, നിങ്ങളും ചെയ്ത് കാണുന്നുള്ളത് വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ്, കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഇടയ്ക്ക് നടന്നേക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്. കലാശക്കൊടിൽ നടന്നേക്കുന്ന കുറേ ഇക്കുട്ടരുടെ ബലിതങ്ങളുണ്ടായിരുന്നു, നമ്മുടെ സംഘിക്കൂട്ടങ്ങളുടെ കുറച്ച് ബലിതങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രൻ്റെ അവസാന നിമിഷം പുള്ളിക്കാരി ഒന്നങ്ങ് സ്കോർ ചെയ്ത് കേട്ടോ. കാര്യം ബാക്കിയുള്ള ആൾക്കാരൊക്കെ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചെങ്കിൽ കൂടി പുള്ളിക്കാരി കയറി അങ്ങ് സ്കോർ ചെയ്ത്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ഒരു നിഴലെന്നൊക്കെ പറഞ്ഞാൽ വെയിലടിച്ചു കഴിഞ്ഞാൽ മറ്റേ ആ ഒരു കറുത്ത നിറത്തിൽ അങ്ങനെ ഇരിക്കുന്ന ഒരു നിഴലാണ് നമുക്കുള്ളത്. പക്ഷെ പുള്ളിക്കാരുടെ നിഴൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചുരിദാറിട്ട് മുല്ലപ്പൂ ജോഡിയ നിഴല്. വാവ്, വാട്ട് എ മെഡിക്കൽ മിറാക്കിൾ. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ചരിത്ര നിമിഷമാണ്. അങ്ങനെയൊക്കെ ഒരു എന്ന് പറയുമ്പോൾ സയൻസ് പോലും തോറ്റു പോയിട്ടുണ്ട്. കാര്യം അങ്ങനെ ഒരു നിഴൽ ഒരു മനുഷ്യ സ്ത്രീക്ക് അങ്ങനെ ഒരു നിഴൽ വന്നതൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിന് നമുക്ക് എന്താണെങ്കിലും കഴിഞ്ഞ ദിവസത്തെ ആ സംഭവങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ചിലർ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്താണെങ്കിലും വോട്ടിങ് എന്താണെങ്കിലും ചിലപ്പോൾ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക. അങ്ങനെയെങ്കിൽ ഇനിയിപ്പോൾ സംസാരിച്ചിട്ട് കാര്യമുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഗായ്സ്, ഇനി ഇവരുടെ ഈ ബലിതങ്ങൾ കാണാൻ ഇനി അടുത്തൊരു 5 വർഷം നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും. എന്താണെങ്കിലും ആദ്യം തന്നെ നമുക്ക് ശോഭാജിയുടെ സംഭവങ്ങൾ കണ്ടിട്ട് നമുക്ക് ഇനിയും ആ ഒരു ഈ കലാശക്കൊടിൽ നടന്നേക്കുന്ന കുറച്ച് ബലിതങ്ങളുണ്ട്, നമുക്ക് അതിലോട്ട് വരാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ശോഭാജീനെ തൂക്കിയേക്കുന്ന വോട്ടിനൊരു നോട്ട് എന്ന ആ ഒരു പരിപാടിയുടെ വിഷ്വൽസിലോട്ട് നമുക്ക് പോകാൻ സുഹൃത്തുക്കളെ. പക്ഷെ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വോട്ടിനൊരു നോട്ട് പരിപാടി ഇവരിവിടെ ചെയ്യുമ്പോൾ പിന്നെ സാരി കൊടുക്കുന്ന പരിപാടികളൊക്കെ ചെയ്യുമ്പോഴത്തേക്കിന് ഇനി നോർത്തിലെ കൂട്ടി വോട്ടിംഗ് മെഷീനിൽ എന്തെങ്കിലും തിരിമറി ഇവർ വല്ലതും കാണിക്കുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റാത്ത. വോട്ട് ചോരി പോലെ എന്തെങ്കിലുമൊക്കെ ഇവര് നമ്മുടെ നാട്ടിൽ കാണിക്കുമോ പറയാൻ പറ്റൂല, ഇവറ്റകളായോണ്ടേ. എന്നാണെങ്കിൽ നമുക്ക് വിഷ്വൽസിൽ പോകാം. ഇതൊരു ലോങ് ഷോട്ടിൽ എടുത്തേക്കുന്ന വീഡിയോ ആണ്. ഈ ഒരു ഒറ്റ സ്ട്രെച്ച് വീഡിയോ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഈ ഒരു ലോങ് ഷോട്ട്, അത് കഴിഞ്ഞൊരു ക്ലോസപ്പ് ഷോട്ട്, അങ്ങനെയാണ് പോയേക്കുന്നത്. അപ്പോൾ ഈ ലോങ് ഷോട്ട് എടുക്കുമ്പോഴത്തേക്കിന് പൈസ കൊടുത്തു എന്ന് പറയുമ്പോഴത്തേക്കിന് ഇതെനിക്ക് തോന്നുന്നൊരു കാറിനകത്തിരുന്ന് എടുത്തേക്കുന്ന വീഡിയോ ആണെന്ന് തോന്നുന്നു. കാര്യം കാറിനകത്തിരിക്കുമ്പോൾ ഒരു സൗണ്ടാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ഒപ്പം ഇതിനകത്തൊരു ആണുമുണ്ട്, ഒരു സ്ത്രീയുടെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും കൊടുത്തു എന്നുള്ള രീതിയിൽ. ഈ സ്ത്രീനെ തന്നെ നമുക്ക് പിന്നീട് ഈ ശോഭാ സുരേന്ദ്രൻ്റെ ഈ ഇതൊക്കെ വന്ന സമയത്ത് കുറച്ചുകൂടെ മുന്നോട്ട് ഇവർ വന്ന് സംസാരിക്കാൻ പോകുന്ന സമയത്തേക്ക് ഈ കാറിൽ ഈ ഒരു ലേഡികളെ മുന്നിരിക്കും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ഒരു ലേഡി ഉണ്ട്. അപ്പോൾ അപ്പുറത്തിരിക്കുന്നത് ആ ചുരിദാർ ഇട്ട് മുല്ലപ്പൂ വെച്ച് അങ്ങോട്ട് നടന്ന് പോയേക്കുന്ന പൈസ കൊടുത്ത് തിരിഞ്ഞ് പോയേക്കുന്നത് ഒരു മനുഷ്യ സ്ത്രീ അല്ല, വേറൊരു സ്ത്രീ അല്ല, അത് നമ്മുടെ ശോഭാജിയുടെ നിഴലാണ്. ഓക്കെ, ഇതാണ് പറയുന്നത് ഇക്കാലത്ത് നമ്മുടെ നിഴലിനെ പോലും വിശ്വസിക്കാൻ പറ്റൂല. ഇനി അടുത്ത ഷോട്ടിലോട്ട് പോവാം. ഇത് അടുത്ത ഷോട്ടാണ്. ഇത് ഒറ്റ സ്ട്രെച്ച് വീഡിയോക്കകത്ത് ഇങ്ങനെയാണ് രണ്ടാമത്തെ ഒരു ക്ലിപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ക്ലോസപ്പിൽ എടുത്തേക്കുന്ന ഒരു സംഭവമാണ്. ആ സൈഡിൽ കൂടെ നടന്നു പോയേക്കുന്ന ഒരു കോൺഗ്രസ്സുകാരന് എന്തോ ആണ്. ഞാൻ റീസെൻ്റ് ആയിട്ട് സായിച്ചാണ്ട വീഡിയോ കണ്ടപ്പോഴത്തേക്കും അതിൽ പുള്ളി പറയുന്നുണ്ടായിരുന്നു ഇത് BJP-ന്ന് തന്നെ പിന്നീന്ന് കിട്ടിയേക്കുന്ന ഒരു കുത്താണോ എന്നുള്ളൊരു സംശയം ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടൊരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ലേഡി തന്നെ നമ്മുടെ ശോഭാജിയുടെ കൂടി ഇരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയെങ്കിൽ ഇത് ക്ലോസപ്പിൽ എടുത്ത ഒരു ഷോട്ടാണ്. അങ്ങനെയെങ്കിൽ ഒന്നെങ്കിൽ ഈ പറയുന്ന ഈ ലേഡിനെ വളരെ ക്ലോസ് ആയിട്ട് അറിയുന്ന പണി കൊടുക്കണമെന്ന് തന്നെ വിചാരിച്ച ഒരാൾ ഇങ്ങനെ എടുത്തേക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും. കാര്യം മറ്റേ ഷോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂരത്തുനിന്ന് സൂം ചെയ്ത് എടുത്തേക്കുന്ന സംഭവം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അടുത്ത് നിന്ന് ക്ലോസിൽ ഇങ്ങനെ എടുത്തേക്കുന്ന ഒരു സംഭവമാണ്. ഇവരുടെ സമ്മതത്തോടു കൂടി തന്നെയോ അല്ലെങ്കിൽ ഇവർ പെട്ടെന്ന് തിരിഞ്ഞു പോകുന്നുണ്ട്. ആ തിരിഞ്ഞു പോയ ഗ്യാപ്പിൽ ആരെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ വീഡിയോ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ അങ്ങ് മാറിയതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്താണെങ്കിലും ഈ ലേഡി തന്നെ മുല്ലപ്പ് വെച്ച ലേഡി തന്നെ നമ്മുടെ ശോഭാജിയുടെ കൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ആ ശോഭാജിയുടെ വണ്ടികൾ കിടക്കുന്ന ആ സ്ഥലത്തോട്ട് ഈ ലേഡി പോകുന്നത് നമുക്ക് കാണാം. ലേഡിയല്ല, നിഴല്. ഇതിനകത്തിൽ ഏറ്റവും വലിയൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ നിഴലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടാണ് നടക്കാറുള്ളത്. പക്ഷേ ഇത് നമ്മൾ കൂടെ ഇല്ലെങ്കിലും ഒറ്റയ്ക്ക് നടക്കുന്ന ഒരു നിഴലിനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ചേച്ചി അവിടെ 1-2 വീട്ടിൽ ആ വീട്ടിൽ പൈസ കൊടുത്ത് ഞാൻ പൈസ കൊടുക്കുന്ന മോശം ഈ കുട്ടിയുടെ വല്യമ്മയാണ്. അപ്പൊ പൈസ കൊടുത്തു എന്നുള്ള കാര്യം നമ്മുടെ ശോഭാജി ഇവിടെ സമ്മതിക്കുന്നുണ്ട്. കൊച്ചു കള്ളി സ്ക്രിപ്റ്റ് പോളിജി ആദ്യം തന്നെ ഈ കൊച്ചിന്റെ കുഞ്ഞമ്മയാണ്, വല്യമ്മയാണ്, കൊയ്യാപ്പിളയാണെന്നൊക്കെ ഉള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ പൈസ കൊടുത്തു എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പൊ ഈ ഒരു സംഭവം നിങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് അടിച്ച് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതെന്റെ നിഴലാന്നേ എന്ന് പറയുമ്പോൾ കാരണം തിരികെ നമുക്ക് കാണാം. ഇനി അടുത്ത കണ്ടോ, അവിടെ ആ ഒരു ലേഡി ബാക്ക് സീറ്റിൽ ഇരിപ്പുണ്ട്. അതേ മുല്ലപ്പ് വെച്ച ലേഡി തന്നെ. ഓക്കെ,
അപ്പൊ ഈ സംഭവങ്ങളെല്ലാം പുള്ളിക്കാരി സമ്മതിച്ചേ, നീ ഇത് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കാൻ പാടില്ല എന്നുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞേക്കുന്നത്. അവൻ ഫോണിൽ ക്യാമറ ഓൺ ചെയ്ത് ക്ലിക്കോ എന്ന് പറഞ്ഞ് ഞെക്കിയപ്പോഴത്തേക്കിനും ഫോട്ടോ എടുത്തു. അങ്ങനെയാണ് ഫോട്ടോ എടുത്തത്. എന്നാൽ എൻ്റെ എന്നാ പരിപാടിയാണ് ഫോട്ടോ എടുക്കാൻ. നിങ്ങൾ PR ഓർഗാനോടെ കുറെ പരിപാടികൾ ചെയ്യുന്നുണ്ടല്ലോ, അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തപ്പോഴത്തേക്കിന് കള്ളി വലിച്ചതായപ്പോൾ നേരെ ഇവൻ ആരെന്റെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ടൊക്കെ എടുക്കണ്ടേ? ഒന്നില്ലെങ്കിൽ ഞാനൊരു സെലിബ്രിറ്റി അല്ലേ, ഒന്നില്ലെങ്കിൽ ഞാനൊരു ശങ്കിക്കുട്ടിയല്ലേ, അപ്പം ഇതൊക്കെ ചോദിച്ചിട്ടൊക്കെ എടുക്കാൻ കേട്ടോ. ഇനി അങ്ങനെ വേണം ചെയ്യാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയത്തില്ല ഈ സംഘക്കൂട്ടങ്ങളുടെ കൊള്ളരുതായ്മകളെ പറ്റിയിട്ട് പുറത്ത് വിളിച്ച് പറയാൻ പാടില്ല എന്നുള്ളത്. നോർത്തിൽ എവിടെയെങ്കിലും ആണെങ്കിൽ ഇപ്പൊ ഈ ഇതൊക്കെ വീഡിയോ എടുത്തേക്കുന്ന ആൾക്കാർ ജീവനോടെ ഉണ്ടാവത്തില്ല. കേരളത്തിലായതുകൊണ്ട് ജീവനോടുണ്ട്. എന്താണെങ്കിലും ഇതിന് ശേഷം നമ്മുടെ മീഡിയസിന് മുന്നിൽ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. വളരെ വേദനയോടെയാണ് ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ചിരി ചൂപ്പാടിളകിയാണ് ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ നിൽക്കുന്നത്. മാധ്യമപ്രവർത്തകര് എന്താണ് സംഭവിച്ചത് എന്ന് പോലും അറിയുന്നതിന് മുൻപ് ഒരു സ്ത്രീ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ ഞാൻ തെരഞ്ഞെടുപ്പിൽ പണം കൊടുക്കുന്ന ഒരാളാക്കി എന്നെ വേട്ടയാടാൻ നിങ്ങൾ പരിശ്രമിച്ചതിന്റെ വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒന്ന്. രണ്ടാമതായിട്ട് പാലക്കാടിലെ വോട്ടർമാരെ മുഴുവൻ നിങ്ങൾ അപമാനപ്പെടുത്തി. കാരണം പാലക്കാടിലെ വോട്ടർമാർ പണം വാങ്ങി വോട്ട് ചെയ്യുന്നവരാണ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ആ വാർത്തകൾ അത്രയും സംപ്രേഷണം ചെയ്തത്. എന്റെ പാലക്കാട്ടെ ജനങ്ങളെ അപമാനിച്ചത് മീഡിയാസ് ഇങ്ങനെ ഇത് കാണിച്ചെന്ന് പറഞ്ഞതും ഇത് നിങ്ങളല്ലേ ചെയ്തത്. രമേശ് പിഷാരടി അവിടെ വന്നപ്പോൾ പ്രചരണത്തിന് അവിടെ വരാൻ പാടില്ല, ആ സ്ഥലത്തോട്ട് കയറാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിലൊരു ജനാധിപത്യ രാജ്യമാണെന്നുള്ളത് മറന്നുകൊണ്ട് ജനാധിപത്യത്തെ കാറ്റിപ്പറത്തിക്കൊണ്ട് അങ്ങനെ ഒരു പരിപാടി ചെയ്യുകയും രമേശ് പിഷാരടി ഒരു സ്ത്രീവിരുദ്ധനാണെന്നും അങ്ങനെ ചിത്രീകരിച്ചുകൊണ്ട് വലിയ ഘോര പ്രസംഗിക്കുകയും ചെയ്തേക്കുന്ന പരിപാടികളല്ലായിരുന്നോ നിങ്ങൾ കാണിച്ചത്? അപ്പൊ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ? എന്നിട്ട് അങ്ങനെ ഒരു പ്രചരണത്തിന് വന്നേക്കുന്ന ആ ഒരു വ്യക്തിനെ അവിടെ ഈ പറയുന്ന ബുദ്ധിയില്ല ജനങ്ങളുടെ പാർട്ടി ആയിട്ടുള്ള BJPയിലെ, മനസ്സിലായില്ല, ബുദ്ധിയില്ല ജനങ്ങളുടെ പാർട്ടി, അപ്പം അതിലെ കുറച്ച് ആളുകൾ വന്നിട്ട് നേരെ വന്ന് തടയുക കാര്യങ്ങളൊക്കെ ചെയ്ത്, അപ്പം നിങ്ങളല്ലേ ഈ പറയുന്ന അവിടെയുള്ള ജനങ്ങളെ മൊത്തത്തിൽ അപമാനിച്ചേക്കുന്നത്. 1 മണിക്കൂറിലധികം സമയം ആ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് മുതൽ, നിങ്ങൾ അവിടെ ചെന്ന് അന്വേഷിക്കണം, ആ ഓട്ടോ സ്റ്റാൻഡ് മുതൽ 1 മണിക്കൂറിലേറെ സമയം ഈ കാറ് എന്നെ ഫോളോ ചെയ്യുകയാണ്. ആ കാറിനകത്ത് 2 ചെറുപ്പക്കാർ ബാക്കിൽ ഇരിക്കുകയാണ്. ഒരു സ്ത്രീ മുഖം മറച്ച് ഒരു സ്ത്രീ ഫ്രണ്ടിൽ ആ കാറിലിരിക്കുകയാണ്. ഒരാൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യാത്ര ചെയ്ത് ഓരോ സ്റ്റോപ്പിലും ഓരോ വീടിന്റെ മുന്നിലും ഞാൻ ഇറങ്ങുമ്പോൾ ആ കാറ് എന്റെ പിറകിൽ നിൽക്കുകയാണ്. അല്ല, ആ ഒരു ലേഡി മുഖം മറച്ചെന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ വിഷയത്തിൽ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കുക. ഈ പറയുന്ന പോലെ മുഖം അങ്ങനെ മറച്ചേക്കുന്ന സംഭവങ്ങൾ നമുക്ക് അങ്ങനെ അങ്ങോട്ട് കാണാൻ പറ്റില്ല. പക്ഷെ നിങ്ങളുടെ പുറകെ ഇരിക്കുന്ന ആ ഒരു ലേഡീൻ്റെ നിങ്ങളുടെ നിഴലിനെ കണ്ടപ്പോഴാണ് നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ പറയുന്ന നമ്മുടെ ശോഭാജി ഫ്രണ്ട് സീറ്റ് ലെഫ്റ്റ് സൈഡിലാണ് ഇരിക്കുന്നത്. പക്ഷെ പുള്ളിക്കാരുടെ നിഴല് ബാക്ക് സീറ്റ് റൈറ്റ് സൈഡിലായിട്ട് മുല്ലപ്പ് വെച്ചിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അത് വീഡിയോ എടുക്കാൻ പാടില്ല. ഓക്കെ, അത് വീഡിയോ എടുക്കാൻ വന്നപ്പോൾ നേരെ തടഞ്ഞു. കാര്യം നിഴലാന്നേ, അതുകൊണ്ടാന്നേ. പക്ഷെ മറ്റേ ഓപ്പോസിറ്റ് ഇരുന്ന കാറിൽ ഒരു ലേഡി ഉണ്ടായിരുന്നു, മുഖം മറച്ചിരിക്കുകയായിരുന്നു. പക്ഷെ നിങ്ങൾ ഈ വിഷ്വൽസ് ഒന്ന് കാണുക. എന്റെ ആദ്യത്തെ ചോദ്യം, എന്തിനാണ് ആ കാറ് ശോഭാ സുരേന്ദ്രനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് ഇന്നത്തെ ദിവസം? ആ കാറിന്റെ ഫോട്ടോ ഞാൻ പുറത്തിറങ്ങി, ആ കാറിന്റെ ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്, നമ്പർ എന്റെ കയ്യിലുണ്ട്. രണ്ടാമതായിട്ട് ഇന്നലെ തന്നെ പാലക്കാടിലെ ജില്ലാ കളക്ടറുമായി ഞാനിപ്പോ സംസാരിച്ചു. പാലക്കാടിന്റെ ജില്ലാ കളക്ടറുമായി ഞാൻ ഇപ്പോ അല്പസമയം മുമ്പ് സംസാരിച്ചു. അപ്പൊ ജില്ലാ കളക്ടർ എന്നോട് പറഞ്ഞത് ഇന്നലെ തന്നെ ശോഭാ സുരേന്ദ്രൻ പൈസ വോട്ടർമാർക്ക് കൊടുക്കുന്നതായിട്ടുള്ള പരാതി കളക്ടറുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആദ്യം പരാതി തയ്യാറാക്കി, അത് കളക്ടർക്ക് കൊടുത്തു, ഫ്ലൈയിങ് സ്ക്വാഡിനെ റെഡിയാക്കി, പിന്നെ ഒരു കഥ തയ്യാറാക്കി. ഇതെല്ലാം ചെയ്തതിനു ശേഷമാണ് ആ കാറിലെ ചെറുപ്പക്കാർ, കാറിന്റെ മുൻസീറ്റിൽ ഇരുന്ന വ്യക്തി, ആ വ്യക്തിയുടെ പേരും ഡീറ്റെയിൽസും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരല്പസമയം വൈകിയത്. ഇങ്ങനെയാണ് ബുദ്ധിയില്ല ജനങ്ങളുടെ പാർട്ടി ഒരു സ്ക്രിപ്റ്റ് റെഡിയാക്കുന്നത്. കാര്യം ഇവർ തന്നെ ഒരു ചോദ്യം ചോദിച്ചു, എന്തിന് ഫോളോ ചെയ്തു. രണ്ടാമത് ഇവർ തന്നെ അതിനുള്ള ഉത്തരം പറഞ്ഞു. കളക്ടർക്ക് വരെ പരാതി ഇട്ടിട്ടുണ്ട്, ഇവർ പൈസ കൊടുത്തിട്ടുള്ള പരിപാടികൾ കാണിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, നല്ല ഫണ്ട് ഇറങ്ങിയിട്ടുണ്ട് BJPയുടെ. സീരിയസ്ലി നല്ല ഫണ്ട് കേരളത്തിലോട്ട് നല്ല രീതിയിൽ ഒഴുകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരെ ഇങ്ങോട്ടേക്ക് പാർട്ടിയിലോട്ട് വലിച്ച് എത്ര പൈസ ഇറങ്ങിയിട്ടാണെന്നറിയാം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്നലെ പറഞ്ഞിരിക്കുന്ന നിലപാടുകൾ മാറ്റുകയും ചക്കയ്ക്കകത്ത് താമര വിരിയുകയും നടുറോഡിൽ നിന്ന് വാള് വീശുകയും പിന്നെ ഹെലികോപ്റ്റർ പോലെ കൊടി ഇങ്ങനെ വീശുകയും ചെയ്തേക്കുന്ന മണ്ടന്മാരായിട്ട് ആൾക്കാർ അവന് കോമാളികളായിട്ട് വന്നേക്കുന്ന ബുദ്ധി തലച്ചോറെടുത്ത് ചാണാപ്പുഴിയിൽ ഇട്ടിട്ട് വന്നേക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. നല്ല ചിക്കിളി കിട്ടിയടേ. അപ്പൊ പിന്നെ ഇതുപോലെ നേരെ സാരി വിതരണം ചെയ്യുന്നു, പൈസ കൊടുക്കുന്നു. ആൻറ്റൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക, അല്ലേ?
അപ്പം കള്ളി കളിച്ചേ സത്യം അവർ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി ഇവിടെ കിടന്ന് ഉരുളണോ എന്ന ആലോചിച്ചപ്പോഴാണ് അവർ അടുത്തൊരു സാധനം ഇറക്കിയിരിക്കുന്നത്. കണ്ടോ, ഇങ്ങനൊരു പ്ലാനിങ് അവർ നേരത്തെ ചെയ്തു. കോൺഗ്രസ്സുകാർ അത് എന്നൊക്കെ പറഞ്ഞാൽ നേരെ സാധാരണ ഇവർ ചെയ്തൊരു പരിപാടി ഇതാണ്. എന്തെങ്കിലും കള്ളി വെളിച്ച് തായി കഴിഞ്ഞാൽ നേരെ അപ്പുറത്തെ പാർട്ടിയുടെ ഒന്നീ കോൺഗ്രസ് അല്ലെങ്കിൽ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ മണ്ടക്കോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇവരുടെ ഭാഗം ക്ലിയർ ആയല്ലോ. എന്നാൽ ഒരല്പമെങ്കിലും ഒരു മര്യാദ ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കുകയാണ്. ഒരു ചെറിയ എന്റെ ഭാഗം കേൾക്കാൻ, എന്താണ് ആ റോഡിൽ ഉണ്ടായത്, എന്താണ് സംഭവിച്ചത് എന്ന് പോലും എന്റെ ഭാഗം കേൾക്കാതെ ഇന്ന് കേരളത്തിൽ ഈ നിശബ്ദ പ്രചരണത്തിന്റെ ദിവസം അങ്ങേയറ്റം എന്നെ വ്യക്തിപരമായി അപമാനിക്കുന്ന രീതിയിലാണ് നിങ്ങൾ ഈ വാർത്ത കൊടുത്തത്. ആണെങ്കിൽ വലിച്ചോണ്ടിരിക്കുക. നിങ്ങൾ ഈ പറയുന്ന രമേശ് പിഷാരടിനെ റോഡിൽ തടഞ്ഞപ്പോ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും രമേശ് പിഷാരടിക്ക് ഉണ്ടായിരുന്നില്ലേ? എന്നിട്ട് നിങ്ങൾ തന്നെ സ്ത്രീ വിരുദ്ധത പറഞ്ഞു. സ്ത്രീ വിരുദ്ധനാണ് രമേശ് പിഷാരടി എന്ന് മാങ്ങ തേങ്ങ ചക്ക എന്ന് പറഞ്ഞു. നിങ്ങളുടെ വായിന്ന് എന്ത് വർത്താനാണ് വന്നത്? അപ്പൊ ഇത് നിങ്ങൾക്ക് കിട്ടേണ്ടതെന്ന് തന്നെയാണ്. പറഞ്ഞ മനസ്സിലായി. നിങ്ങളുടെ പാർട്ടിക്കകത്തുനിന്ന് കുത്തിയേക്കുന്ന സാധനമാണെങ്കിൽ അല്ലാതെ നിങ്ങൾ തന്നെ ചെയ്തിട്ട് അവസാനം എക്സ്പോസ്ഡ് അയക്കുന്ന സംഭവമാണെങ്കിൽ ഇത് രണ്ടിൽ ഏതാണെങ്കിലും നിങ്ങൾക്ക് കിട്ടേണ്ടുന്നത് തന്നെയാണ്. ഒരാള് ഇപ്പം രമേശ് പിഷാരടി, ഞാൻ അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംഭവങ്ങൾ ഇന്ന രാഷ്ട്രീയ പാർട്ടി ജയിക്കണമെന്നോ ഇത് ജയിക്കണമെന്നോ അങ്ങനെയല്ല പറയാറ്. ഇപ്പം ഇടത്തോട്ട് പോയാലും വലത്തോട്ട് പോയാലും ചാണകത്തി ചവിട്ടരുത് എന്നുള്ളത് മാത്രമേ ഞാൻ പറയാറുള്ളൂ. പക്ഷേ ഇപ്പം ആൾക്കാർക്കാണെങ്കിൽ രമേശ് പിഷാരടി എന്ന് പറയുന്ന വ്യക്തി ഇവിടെ കുറെ കോമാളികൾ വന്ന് നിന്നതിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട് രമേശ് പിഷാരടിയുടെ കാര്യത്തിൽ. പുള്ളി എത്രത്തോളം മെച്യൂർഡ് ആയിട്ടാണ് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്തത്. അപ്പം നമുക്കാണെങ്കിൽ തോന്നും ഓക്കെ, നമ്മൾ പാർട്ടി എല്ലാം മാറ്റി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയം നോക്കാതെ ആ ഒരു മനുഷ്യന് ജയിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പലരെ കൊണ്ടും തോന്നിപ്പിച്ചേക്കുന്ന രീതിയിലായിരുന്നു രമേശ് പിഷാരടിയുടെ ഒരു പക്വതയോടുകൂടി തന്നെയുള്ള പെരുമാറ്റം. അതൊക്കെ നിങ്ങൾ കണ്ടു പഠിക്കേണ്ടതാണ്. നിങ്ങൾ അങ്ങോട്ടൊരു സാധനം അടിച്ചല്ലോ അത്രയും വൃത്തികെട്ട രീതിയിൽ, അത്ര നെറികെട്ട രീതിയിൽ സ്ത്രീ വിരുദ്ധനാണ്, സ്ത്രീ വിരുദ്ധത പറഞ്ഞുകൊണ്ട് ഇവിടെ ആണുങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് പറയാനുള്ളൊരു സാധനം ഇതാണ്. അങ്ങനെ ചെയ്ത് നടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ പറഞ്ഞാൽ പോരായിരുന്നു. നേരെ അങ്ങനെ ഒരു സാധനമല്ലേ നിങ്ങൾ പറഞ്ഞേക്കുന്നത്. ഇനി ബാക്കി കേൾക്കാം. നിങ്ങൾ എല്ലാവരും ആ അമ്മയെ കാണാൻ പോയി. ആ അമ്മയെ കാണാൻ പോയിട്ട് അമ്മയെ തലങ്ങും വിലങ്ങും. അപ്പോഴേക്കും മാർക്സിസ്റ്റുകാർ പോകുന്നു, കോൺഗ്രസിന്റെ ആളുകൾ പോകുന്നു, ആ വീട്ടിൽ അമ്മയെ പ്രഷർ ചെയ്യിക്കുന്നു, അത് പറയണം ഇത് പറയണം. എന്നിട്ട് പല ചോദ്യങ്ങളും ചോദിച്ചു. എന്തെങ്കിലും ഒരു തൊണ്ടി നിങ്ങൾക്ക് കിട്ടിയോ? ആ അമ്മ എന്താ പറഞ്ഞത്? എന്റെ കയ്യിൽ ഒരാളും പണം തന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യത്തെ കഥ, അമ്മച്ചി ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അമ്മച്ചി പിടിച്ച പിടി അവിടെ അങ്ങനെ നിൽപ്പുണ്ട്. കിട്ടിയ പൈസ അല്ലേ എന്നാണെങ്കിൽ നിങ്ങൾ പിന്നെ നമ്മുടെ ശോഭാജിയുടെ മഹാമനസ്കത കാണാതെ ഇരിക്കരുത്. കാര്യം കുറച്ച് മുൻകൂറായിട്ട് ആ ഒരു പെൻഷൻ പൈസ 5000 രൂപ കൊടുത്തില്ല. നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കാതിരിക്കരുതേ. അത്രേ ഉള്ളൂ നമ്മുടെ ജിക്ക് പറയാനുള്ളത്. പക്ഷെ ഒരു തൊണ്ടി പോലും കിട്ടിയില്ലെങ്കിൽ ഈ തെണ്ടികളെല്ലാം കൂടെ ചേർന്നിട്ട് ആ തൊണ്ടി മൊത്തം വെളിയിലാക്കിയിട്ടുണ്ട്. നമ്മുടെ ജി തന്നെ വന്ന് പറയുന്നുണ്ട് ബാക്കി ഇരിക്കുന്ന കൊച്ചിന്റെ കുഞ്ഞമ്മയാണ്, കൊയ്യപ്പളയാണ്, മാപ്പിളയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മുമ്മയാണ്, കൊച്ചമ്മയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കൊടുത്ത പൈസ ആണെന്ന് ഇതേ ജി തന്നെയാണ് പറഞ്ഞത്. ആ അമ്മച്ചി പറയേണ്ടി വന്നില്ല. പറഞ്ഞ മനസ്സിലായ? ഈ തൊണ്ടി നിങ്ങൾ തന്നെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്റെ പോയിന്റ് ഞാൻ നിങ്ങളെ ഒരു വിഷ്വൽ കാണിക്കാം. ഒരു ചെറുപ്പക്കാരൻ, ഒരു 22-23 വയസ്സുള്ള ഒരു കുട്ടി സ്വന്തം അമ്മയുടെ പ്രായമുള്ള എന്നെ നോക്കി സെക്ഷലി ഹറാസ്മെന്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആക്ഷൻ 3 തവണ കാണിച്ചാൽ ഞാൻ കാർ നിർത്തി അവന്റെ അരികിലേക്ക് ചെല്ലണ്ട എന്നാണോ നിങ്ങൾ പറയുന്നത്? സെക്ഷലി ഹറാസ് ചെയ്ത് നിങ്ങളെ അല്ലേലും ഇവർക്കൊക്കെ ഇച്ചിച്ച് മൈൻഡാണ് ഗൈസ്. സീരിയസ്ലി. കാര്യം രമേശ് പിഷാരടിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇതുപോലെയായിരുന്നു. സ്ത്രീ വിരുദ്ധനാണ്, സ്ത്രീ വിരുദ്ധതയാണ്. കാര്യം ഇവരുടെ കയ്യിൽ നിന്ന് പോയി. ഓക്കെ, കാര്യം അവർക്ക് മനസ്സിലായി. അപ്പോൾ പെട്ടെന്ന് നോർത്ത് അല്ല കേരളം എന്നുള്ളത് അവർക്ക് പെട്ടെന്ന് മനസ്സിലായപ്പോൾ തടഞ്ഞു. ലാസ്റ്റ് പെട്ടു വീടിനകത്ത് കിടന്ന് ഉരുളാൻ വേണ്ടിയിട്ട്. രമേശ് പിഷാരടി സ്ത്രീ വിരുദ്ധനാണ്. ഓക്കെ, അപ്പം ഇവരുടെ വക കണ്ട സ്ത്രീകൾക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമാണ് ഇവർ അന്നേരം ഇറക്കുണ്ടായത്. ഇതിനകത്ത് തന്നെ സെക്ഷലി ഹറാസ് ചെയ്യുന്ന പറഞ്ഞിട്ട് എൻ്റെ ആ പൊന്യജി ഒരിടത്ത് വീണ് കിടക്കുമ്പോഴത്തേക്കിന് ഏതെങ്കിലും ഒരു ആണിൻ്റെ മുഖം കിട്ടിക്കഴിഞ്ഞാൽ നേരെ അവനെ വന്നിട്ട് ഇച്ചിച്ചി മൈൻഡ് വന്നിട്ട് അവനെ അങ്ങനെയാണ് സ്ത്രീ ലഡംബനാണ്, സ്ത്രീ ലംബടനാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന പോലത്തെ ആ പരിപാടികൾ ശരിയാണോ ജി? ഇനി ബാക്കി കേൾക്കാൻ ജി പറഞ്ഞിട്ടുണ്ട്. വൃത്തികെട്ട രീതിയിൽ, മോശമായ രീതിയിൽ, വളരെ ഒരു സ്ത്രീയും കണ്ടാൽ വേദനിക്കുന്ന രീതിയിൽ അതേത് തല കെട്ടിയ കൊമ്പനാണെങ്കിലും, നിങ്ങൾക്കുമുണ്ടല്ലോ അമ്മമാർ, നിങ്ങൾക്കുമുണ്ടല്ലോ സഹോദരിമാർ, ശോഭാ സുരേന്ദ്രൻ ഡോറ് തുറന്ന് പുറത്ത്. നിങ്ങൾക്കും ഇല്ലേ അച്ഛനും അനിയന്മാരും ഒക്കെ? നിങ്ങൾ വീട്ടിൽ ഇരിക്കുന്നവരെ നേരെ ഇതുപോലാണോ പറയുന്നത്? ഈ കേസ് വിട്ടേര്. രമേശ് പിഷാരടിയുടെ കേസ് മാത്രം നിങ്ങൾ എടുക്കുക. നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ പറ്റിയിട്ടും സഹോദരങ്ങളെ പറ്റിയിട്ടും ആൺമക്കളെ പറ്റിയിട്ടും ഒക്കെ നിങ്ങൾ ഇതുപോലെ വന്ന് പറയുക സ്ത്രീ ലംബടനാണ് അല്ലെങ്കിൽ അവനൊരു സ്ത്രീ വിരുദ്ധനാണ് എന്നുള്ള സാധനം നിങ്ങൾ അന്നേരം പറയുമോ? ഒരു തർക്കവും വേണ്ട. പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് ഉടൻ തന്നെ ഈ ചെറുപ്പക്കാരനെ കൊണ്ട് ചെയ്യിച്ചതാണ് ഈ വിനേഷിനെയാണ് കസ്റ്റഡിയിൽ എടുക്കേണ്ടത്. ഞാൻ ആ ചെറുപ്പക്കാരനെതിരെ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോ പരാതി തയ്യാറാക്കിയിട്ടുണ്ട്. പരാതി ഞങ്ങൾ പോലീസിന് മെയിലായിട്ട് അയച്ചിട്ടുണ്ട്. രേഖാമൂലം ഞാനിപ്പോ പോലീസിനെ കാണും. എന്തിന് പോലീസ് സ്റ്റേഷനിൽ പോകുന്നത്?
നിങ്ങൾ തന്നെ വിചാരിക്കുന്ന ഈ രാജ്യം എന്ന് പറയുന്നത് ഈ BJP സംഘി കൂട്ടങ്ങൾക്ക് അങ്ങ് തീരെഴുതി കൊടുത്തേക്കാണ് ഞങ്ങളുടെ ഹിന്ദുത്വ രാജ്യമാണെന്നുള്ള അങ്ങനെ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്തിനാ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടെന്ന കാര്യം? നിങ്ങളെ നോർത്തിലേക്ക് കൂട്ടി നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങ്, മറ്റേ വടിവാളും ഇതൊക്കെ ആയിട്ട് അങ്ങോട്ട് ഇറങ്ങുക. നമ്മുടെ ഡോക്ടർ ജി വടിവാളും കൊണ്ട് വിളിച്ച് നടുറോടിക്ക് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അങ്ങ് ചെയ്യ്. അല്ല, നിങ്ങൾ ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? പോലീസ് സ്റ്റേഷൻ, ഇവിടെ ഒരു ജനാധിപത്യ രാജ്യമാണ്, ഇവിടെ ഒരു സിസ്റ്റം ഉണ്ടോ, അതിലൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എനിക്കറിയില്ല. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കാത്ത ആൾക്കാർ വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ അങ്ങനെ മനസ്സിലാവണമെന്നില്ല, ഒട്ടും ക്യാച്ചില്ല, അത്ര ഗ്രിപ്പില്ല നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ രമേശ് പിഷാരടി കഴിഞ്ഞ ദിവസം പ്രസംഗത്തിനിടെ പറഞ്ഞേക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, നമുക്കതൊന്ന് കേൾക്കാം. സിനിമാ നടനാണ് തിരിച്ചു പോകുന്നൊക്കെ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ ബാക്കി 2 പാർട്ടിയിലും 50-ലധികം സിനിമകളിൽ നായകന്മാരായിട്ട് അഭിനയിച്ചവർ ഇലക്ഷനിൽ നിന്നിട്ടുമുണ്ട്, ജയിച്ചിട്ടുമുണ്ട്. ഞാനാണെങ്കിൽ ആകെപ്പാട് 50 പടത്തിൽ അഭിനയിച്ചിട്ടുള്ളൂ, അതിൽ 35 പൊളിഞ്ഞും പോയി. ഞാൻ സിനിമാ നടനായത് സത്യത്തിൽ രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ, സിനിമയിൽ നിന്നപ്പോഴൊന്നും ആരും ഞാൻ സിനിമാ നടനാന്ന് അംഗീകരിച്ചില്ലായിരുന്നു. രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ എല്ലാവരും കൂടെ എന്നെ പറഞ്ഞ് സിനിമാ നടനാക്കി. അങ്ങനെ പറഞ്ഞ് എന്നെ ഒരു വലിയ നടനാക്കിയ മറ്റു പാർട്ടിയിലുള്ള എല്ലാവരോടുമുള്ള എൻ്റെ നന്ദി ഞാൻ ഈ അവസരത്തിൽ ആദ്യമായിട്ട് അറിയിക്കുന്നു. വലിയ നന്ദി, അവരങ്ങനെ പറഞ്ഞതിനല്ല. നമ്മൾ മത്സരിക്കുന്നു. അതിലെടുത്ത് പറയണ നമ്മുടെ മാരാർജി ആണല്ലോ ഇവിടെ കിടന്ന് മെഴുകിയിട്ടുണ്ടായിരുന്നേ. മുന്നിൽ വാർത്തകളിലും പത്രപരസ്യങ്ങളിലും TV-യിലും റേഡിയോയിലും ഒക്കെ LDF ആയിരിക്കും മുന്നിൽ. പക്ഷേ റിസൾട്ട് വരുമ്പം UDF ആയിരിക്കും മുന്നിൽ. അതെല്ലാ കാലത്തും അങ്ങനെയാണ്. നമ്മൾ സ്ഥിരമായിട്ട് എങ്ങനെയൊക്കെ ആരൊക്കെ വന്ന് കളിച്ചാലും അവസാനം നമ്മൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ വിജയിച്ചെടുക്കാറുണ്ട്. അപ്പം ഇത് പറയുമ്പോഴും LDF-കാർ ഇപ്പം പിണറായി വിജയൻ പുള്ളി ഒരു കിടില സാധനം ഈ ഒരു വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മുമ്പ് വീഡിയോക്കത്ത് പറഞ്ഞിരുന്നു, രമേശ് പിഷാരടിനെ ഇങ്ങനെ തടഞ്ഞപ്പോൾ ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, അത് വിട്ടിട്ട് ഇപ്പോൾ സംഭവം കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും തമ്മിൽ ഒത്തുപോയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ജഗട ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ആ ഒരു റെസ്പെക്ട് കീപ്പ് ചെയ്ത് ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, ആ ഒരു സിസ്റ്റത്തിൽ അങ്ങനെ തന്നെ പോകാൻ പാടുള്ളൂ. അങ്ങനെ ഒരു സപ്പോർട്ട് ഈ ഒരു കാര്യത്തിൽ രമേശ് പിഷാരടിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് നമ്മുടെ പിണറായി വിജയൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്നും ഈ കൂട്ടർക്ക് പറ്റിയിട്ട് സാധനമല്ലേ സംഘിക്കൂട്ടങ്ങൾക്ക്. അതാ പറഞ്ഞത്, കൊങ്കികളിലും കമ്മികളിലും ഇതിൻ്റെ ഒന്നും കൂട്ടത്തിൽ നമ്മുടെ എന്താ പറയുക ശിലായുഗത്തിൽ പെടുന്ന ഒരു കൂട്ടം ആൾക്കാരാണെന്നുള്ളത് മാത്രം മനസ്സിലാക്കി ഈ പറയുന്ന സംഘിക്കൂട്ട ചാണകങ്ങളെ. പോസ്റ്ററുകളിലൊക്കെ കണ്ടു മാറാത്തത് മാറും എന്നൊക്കെ. അങ്ങനെ മാറാത്തത് മാറാൻ പാടില്ല. നമ്മൾ നല്ല ക്രിസ്മസിന് കേക്കും പെരുന്നാളിന് ബിരിയാണിയും ഓണത്തിന് സദ്യയും എല്ലാം ഒന്നിച്ച് പങ്കുവെച്ച് ജീവിച്ച് പോകുന്ന ഒരു പരിചയം, ഒരു സ്നേഹം നമുക്കുണ്ട്. അത് മാറാൻ പാടില്ല, അത് മാറ്റാൻ നമ്മൾ ആരെയും അനുവദിക്കാൻ പാടില്ല. അങ്ങനെ മാറാത്തത് മാറണ്ട, അത് നമ്മുടെ കയ്യിൽ തന്നെ എപ്പോഴും സുരക്ഷിതമായിട്ട് ഇരിക്കേണ്ടതാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു വർത്തമാനകാല സാഹചര്യത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് പോയിന്റ് അല്ലേ? മാറാത്തത് മാറുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇത് തന്നെയാണ് പോയിന്റ്. ഇത് രമേശ് പിഷാരടിയുടെ രാഷ്ട്രീയം, ഇപ്പോൾ കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റ് ആണോ അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇത് തന്നെയാണ് ലിറ്ററലി BJP എന്താണെന്നുള്ളത്. മാറും. ഓണത്തിന് നമുക്കിത് അല്ലെങ്കിൽ ഈ പറയുന്ന ക്രിസ്മസിന് അത് ആഘോഷിക്കാനെ കൊണ്ട് പറ്റില്ല, ഈ പറയുന്ന റംസാനോ കാര്യങ്ങളൊക്കെ ഒന്നും ആഘോഷിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടാക്കിയത്. ഇപ്പം ഈ കഴിഞ്ഞ ക്രിസ്മസിന് തന്നെ അറിയാലോ നോർത്തിലെ അവസ്ഥ. അപ്പോൾ കിടിലൊരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഇക്കൂട്ടരെ പറ്റിയിട്ട് പറഞ്ഞേക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവർ സാരി കൊടുത്ത പരിപാടിയുണ്ട്, നമുക്ക് അതുകൂടെ അത് കാണാം. തന്നെയാണ് ഈ സാരി നൽകുന്നത്. അതായത് കല്ലേക്കാട്, പിരാരി പഞ്ചായത്തിലെ കല്ലേക്കാട് മേഖലകളിൽ വ്യാപകമായി വോട്ടർമാരെ നേരിൽ കണ്ട് BJP-യുടെ NDA-യുടെ പ്രവർത്തകർ, അതായത് വനിതകളായ പ്രവർത്തകർ സാരി നൽകുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ ഇതിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ അല്പം സമയം മുൻപ് ഇത്തരത്തിൽ സൂചിപ്പിച്ചിരുന്നു. ഇതേപോലെ തന്നെ പണത്തിനുൾപ്പെടെ സാരിയും പണത്തിനൊപ്പം നൽകിയിരുന്നു. കാരണം കണ്ണാടി, മാത്തൂർ പഞ്ചായത്തുകളിൽ പണത്തിനൊപ്പം സാരിയും നൽകിയിരുന്നത് കോൺഗ്രസ് പ്രവർത്തകർ, അതുപോലെ തന്നെ നേരത്തെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി NMR റസാഖ് ഉൾപ്പെടെ ഇത്തരത്തിൽ പ്രതികരിച്ചിരുന്നു. പണത്തിനൊപ്പം സാരിയും നൽകുന്നുണ്ട്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു. പണ്ടൊക്കെ വോട്ടിന് കുപ്പിയായിരുന്നു, ഇപ്പം വോട്ടിന് നോട്ട്, വോട്ടിന് സാരി. ഇതിന്റെ ഒരു വോയിസ് അവിടെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. നാളെ നമ്മുടെ പഞ്ചായത്തിന്റെ വനിതകളുടെ എല്ലാം ഒരു റാലി തിരഞ്ഞെടുപ്പ് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പം എല്ലാ പ്രദേശത്തും നിന്നും റാലിയിൽ പങ്കെടുക്കുന്ന വനിതകളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും തയ്യാറാക്കി, എത്ര സാരി വേണമെങ്കിൽ അവരുടെ എല്ലാം ലിസ്റ്റ് തയ്യാറാക്കി ഞള്ളക്കാട്ട് ജോജിയുടെ വീട്ടിൽ ചെന്ന സാരി എടുത്തുകൊണ്ട് വേണം പോകാൻ. അപ്പം 2:30 ആകുമ്പോൾ നമ്മൾ തിടനാട് എത്തണം. 3 മണിക്ക് പൊതുസമ്മേളനം, 2:30 റാലി തുടങ്ങും. 4 മണിയോടുകൂടി നമ്മൾ പരിപാടി അവസാനിപ്പിക്കുക. അത് കഴിഞ്ഞ് പല സ്ഥലങ്ങളിലും നമുക്ക് ബൂത്ത് കൺവെൻഷൻ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതും നടത്തേണ്ടതുണ്ട്. അപ്പോൾ അതനുസരിച്ച് കാര്യങ്ങൾ എല്ലാവരും അതെ അതിമനോഹരമായിട്ട് നടക്കട്ടെ. പിന്നെ ഈ ഇലക്ഷൻ വോട്ടിംഗ് റിസൾട്ടൊക്കെ വന്നതിന് ശേഷം ഏതെങ്കിലും ഒരിടത്ത് ഈ പറയുന്ന BJP-യുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അവരെ വിജയിപ്പിച്ചേക്കുന്ന നിങ്ങൾ അനുഭവിക്കണം. നിങ്ങൾക്ക് അങ്ങനെ തന്നെ വരണം. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇതിലും വലുത് നിങ്ങൾക്ക് വരാനില്ല. ഇതേ നിങ്ങൾക്ക് വരാനുള്ളൂ. ഇതിലും ഇപ്പം 2018 നമ്മുടെ പ്രളയമാണെങ്കിലും കൊറോണയാണെങ്കിലും വയനാട് ദുരന്തമാണെങ്കിലും അതൊന്നും ഇതിന്റെ മുന്നിൽ ഒന്നും അല്ല. നിങ്ങൾക്ക് അനുഭവിക്കണം. നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം എന്നുള്ള എനിക്ക് പറയാനുള്ളൂ. എന്താണെങ്കിലും ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം ശരി, ബൈ. പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി, നിങ്ങളെ ശരിക്കും മിസ് ചെയ്യട്ടോ. ബൈ. താങ്ക് യു ഫോർ ദ ഫണ്ണി ഡേയ്സ്.
in Russia long ago. He was big and strong in his eyes of flaming gold. ചക്ക തന്നെയാണ് താമര, താമര തന്നെയാണ് ചക്ക. 2500 രൂപയ്ക്ക് നമുക്ക് ഒരു മാസം ജീവിക്കാൻ പറ്റണ്ടേ? വേണ്ടേ? വേണം. സുൽത്താൻ ബത്തേരി റെയിൽവേ സ്റ്റേഷൻ കൊണ്ടുപോയി. തീർച്ചയായും ബിജെപിയുടെ കാൻഡിഡേറ്റ് ആരാണ്? തൃപ്പൂണിത്തുറ ആരാണെന്ന് ആരെയൊക്കെ അറിയില്ല. എനിക്കറിയാം, മനുവിനെ അറിയുമോ? എനിക്കെന്താ അറിഞ്ഞൂടാ. ചുരുങ്ങിയ സാധ്യത എന്തായാലും 100% തന്നെയാണ്.